മനുഷ്യരായി നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള അത് ഭക്ഷണമാണ്. ഭക്ഷണത്തിന് പുറമേ ഭൗതിക വസ്തുക്കൾ പലതും വേണം. അതിനു വേണ്ടിയൊക്കെ നല്ല ശ്രമവും ആവശ്യമാണ്. നമ്മൾ ശ്രമിക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും വേണ്ടത്ര വിജയം കാണുന്നില്ല, ബുദ്ധിമുട്ടുകൾ മാറുന്നില്ല. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം. പ്രഭാതത്തിന് മുൻപ് 3 മണിക്കും 5 മണിക്കും മധ്യേ ഉണർന്ന് നമ്മൾ പ്രകൃതിയിലേക്ക് ശ്രദ്ധിച്ച് മരങ്ങളിലേക്കും ആകാശത്തിലേക്കും മേഘങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കും ചന്ദ്രനിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മളുടെ ആവശ്യങ്ങൾ ഒന്നൊന്നായിട്ട് അല്പം വിശദമായിട്ടൊന്ന് പറയൂ, ഒന്ന് പ്രാർത്ഥിക്കൂ, അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കൂ. എല്ലാം ഒന്ന് തന്നെയാണ്. നിശ്ചയമായിട്ടും 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു ഉൾക്കാഴ്ച ഉണ്ടാവും. ആരും പറഞ്ഞു തരികയില്ല. നിങ്ങളുടെ ബുദ്ധിയിലൊരു തെളിമയുണ്ടാവും. ഒരു കാര്യം തുറന്നു വരും. ഒന്നിലധികം കാര്യങ്ങൾ ചിലപ്പോൾ വരും. അതുപോലെ ചെയ്താൽ മതി. ആ സമയത്ത് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിലേക്ക് പ്രപഞ്ചത്തിൻ്റെ സത്യമാണ് വന്നു ചേരുന്നത്. സത്യം, നീതി, ധർമ്മം ഇതൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന് നിശ്ചയമായിട്ട് ഇതിൽ നിന്ന് ഗുണമുണ്ടാവും. ഇത് സത്യമാണ്. ഭൗതിക വസ്തുക്കൾ പരിഗണിക്കാതെ ആത്മീയതയിലേക്ക് പോകൂ എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്, നടക്കാത്ത കാര്യമാണ്. 2 ദിവസം ഒന്നിച്ച് ഭക്ഷണം കഴിക്കാതിരുന്നാൽ നമ്മളുടെ സർവ്വ ആത്മീയതയും പോകും. നമുക്ക് ഭക്ഷണത്തെക്കുറിച്ച് മാത്രമാകും ചിന്ത. അതിനു വേണ്ടിയിട്ട് നമ്മെ പഠിപ്പിക്കാൻ മഹാഭാരതത്തിൽ ഒരു കഥാ അംശം കൊടുത്തിട്ടുണ്ട്. 100 പേര് മരിച്ചു കിടന്ന യുദ്ധഭൂമിയിൽ മക്കളുടെ മരണത്തിൽ ദുഃഖിച്ച് ചെന്ന് ഇരുന്ന ഗാന്ധാരി 2 ദിവസം കഴിഞ്ഞപ്പോൾ താങ്ങാനാവാത്ത വിശപ്പ് നോക്കി, ഒന്നും കിട്ടാനില്ല, ശവപ്പറമ്പാണ്. നോക്കിയപ്പോൾ ഒരു മരത്തിൻ്റെ കവലത്തിൽ ഒരു പട്ടി ചത്തിരിക്കുന്നു. അത് എടുക്കാൻ തക്ക പൊക്കമില്ല, എടുക്കത്തില്ല. മക്കളുടെ 100 പേരിൽ 4-5 പേരുടെ ശവശരീരം ഒന്നിനുമേലൊന്ന് വെച്ച് അതെടുക്കാൻ ശ്രമിക്കുന്നതായിട്ട് ഒരു കഥാരൂപേണ ഈ മനുഷ്യൻ്റെ ഈ ബലഹീനത മഹാഭാരതത്തിലൂടെ വേദവ്യാസ മഹാമുനി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നിശ്ചയമായിട്ട് ഒന്ന് വായിച്ചു നോക്കൂ, അതിലുണ്ട് ഈ കഥ. ഓക്കെ, താങ്ക് യു.